നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉപേന്ദ്ര, കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ ഇങ്ങോട്ട് വിടാം. ഒപ്പിടുന്ന ചടങ്ങ് മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് നോക്കിക്കോളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യാം. രോഹിത്തെ, ഞാൻ വിളിക്കാം. നീ എന്റെ ഒപ്പം 1-2 സ്ഥലത്തേക്ക് വരേണ്ടി വരും. നിന്റെ പേരിലാണല്ലോ കരാർ വെക്കുന്നത്. അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളതല്ലേ. ഞാൻ വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ. കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. ഞാനിപ്പോ വരാം. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. രാഘവേട്ട, എങ്ങോട്ടേ പോന്നേ? ഉപേന്ദ്രന്റെ ഈ 2ാം വരവ് രാഘവേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെയാ ഈ എതിർപ്പിന്റെ കാരണം. അതൊന്നുമല്ല ഭാമേ. നമ്മുടെ കല്യാണത്തിന് തലേന്ന് ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നതിന്റെ പക മനസ്സിൽ വെച്ചുകൊണ്ട് നാട് വിട്ടവനവൻ. അതുവരെ നാട്ടിൽ 100 പ്രശ്നങ്ങളുണ്ടാക്കി നിൽക്കക്കള്ളിയില്ലാതെ കുടുംബക്കാരെ മുഴുവൻ തമ്മിൽ തെല്ലിച്ച് നാടുനീളെ ഓടിയവനാ. ഇക്കാര്യങ്ങൾ കുറെയൊക്കെ നിനക്കറിയാവുന്നതല്ലേ. എനിക്ക് അവനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ ഇന്ന് രാഘവേട്ട, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ. ഇന്ന് ഉപേന്ദ്രന്റെ മലേഷ്യയിലെ ആസ്തി എത്രയാണെന്ന് അറിയോ? ദേ, നമ്മുടെ ഇതുപോലത്തെ 4-5 വീടുണ്ട് അവന്. ഈ വിമാനം സ്വന്തമായിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഭാമേ, ഇതൊക്കെ അവൻ പറഞ്ഞുള്ള അറിവ് നമുക്കുള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അയ്യോ, അതിന് ഉപേന്ദ്രനെ ആര് വിശ്വസിക്കണം? നമ്മൾ നമ്മുടെ രോഹിത്തിനെ മുൻനിർത്തിയല്ലേ കാര്യങ്ങൾ നീക്കുന്നത്. രോഹിത്തിനെ സഹായിക്കാൻ ദാസുണ്ട്, ഇവിടുത്തെ സർക്കാരും ഉണ്ട്. പിന്നെ എന്തിനു നമ്മൾ ഉപേന്ദ്രനെ പേടിക്കണം? അവൻ കളിയായിട്ടും കാര്യമായിട്ടും ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ കെട്ടാനിരുന്ന പെണ്ണാ നീയെന്ന്. ഞാൻ നിന്നെ തട്ടിയെടുത്തതാണെന്ന്. ഭാമേ, അവന്റെ കണ്ണുകൾ നീ ശ്രദ്ധിച്ചോ? അതില് പകയുണ്ട്. ആ പകയ്ക്ക് എന്നെ ദഹിപ്പിക്കാൻ പോകുന്ന ശക്തിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.